1.25 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് 75 മിനിറ്റല്ലേ. അതുകൊണ്ട് ഞാൻ 135 ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതിൽ കെമിസ്ട്രി ഒക്കെ വരുന്നത്. എനിക്ക് അവസാനം എത്തിപ്പിടിക്കാൻ പറ്റിയില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ഇടയിലായിട്ട് കുറേ സ്കിപ്പ് ചെയ്തു. പിന്നെ അവസാനം എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു, സമയം കഴിഞ്ഞുകൊണ്ട്. പിന്നെ നമ്മളവിടെ ഒരു 20 മിനിറ്റ് ഇരിക്കുകയായിരുന്നു. ഞാൻ ടോപ്പ് ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഞാൻ അവിടെ നിന്ന് ചാടിയാലോന്നൊക്കെ വിചാരിച്ച് ഒരു സമയത്ത് എനിക്ക് കയ്യും കാലവും നല്ല മറക്കാൻ തുടങ്ങി. ഇത് നമ്മളവിടെ നിന്ന് വരെ ഇറങ്ങുന്ന പാരൻസ് തന്നെ അവരെ മുഖം മാറാൻ തുടങ്ങി. ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ അമ്മ ചോദിച്ചതിനോട് എങ്ങനെയുണ്ട് എക്സാം ഉള്ളത്. എനിക്കെന്തോന്നും മറുപടി ഒന്നും കൊടുക്കാൻ കഴിയില്ല. ആ സമയത്തൊക്കെ എന്താ പറയുക, നമ്മളൊരു ബിഹേവിയർ ചേഞ്ചുകൾ സാറിനെ കണ്ട് നമ്മളോട് കണ്ട് സംസാരിച്ച് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്താണ്ട് എന്താ പറയുക, ചില നൈറ്റിൽ ഞങ്ങൾ എന്ത് ചെയ്യും, സാറെ ഞങ്ങളെ കൂട്ടിയാണ്ട് എന്ത് ചെയ്യും, ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും, ഫുഡ് ഒന്ന് കഴിച്ച് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 3-4 മാസത്തിലേക്കുള്ളൊരു ഫ്യൂവലായിരിക്കും. എന്താ പറയുക, ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മളുള്ളൊരു എന്താ പറയുക ഇങ്ങനെ കത്തായിരിക്കും. സാറിങ്ങനെ ചെയ്തല്ലോ, നമുക്ക് ഇനി എഫേർട്ട് എടുക്കാൻ കഴിയുന്നുള്ളൊരു കോൺഫിഡൻസ് തരുന്നൊരു ഫീലിംഗ് ഉണ്ടാവും നമ്മളുള്ളിൽ. ഹലോ, ഞാൻ JPS സ്റ്റുഡൻ്റാണ്. ഞങ്ങളിവിടെ റിപ്പീറ്റഡ് ബാച്ചിലായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നീറ്റ് വളരെ ടഫായിരുന്നു. എൻ്റെ പാറ്റേണൊക്കെ ചേഞ്ച് ചെയ്തത് കാരണം തന്നെ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഞാൻ അന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ആഴ്ച പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കുറേ പാഠങ്ങൾ നോക്കാനുണ്ട്, റിവൈസ് ചെയ്യാനുണ്ട്, അതിനിടയിൽ പെൻഡിങ് ആയിട്ട് ചില ടോപ്പിക്കുകളുണ്ട്. നമ്മളാകെ എന്താ പറയുക, ആ ഒരു ടെൻസ്ഡായിട്ടാണ് ആ ഒരാഴ്ച മൊത്തം നമ്മളുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു മാസം മൊത്തം. കാരണം നമ്മൾ ആ ഒരു എന്താ പറയുക, ഈ ഒരു വർഷത്തിൻ്റെ മൊത്തം ആ ഒരു എഫേർട്ട് ഇല്ലെങ്കിൽ ആ റിസൾട്ട് വരണ ദിവസം പറയണമെന്നാണ് ആ ഒരു 3 മണിക്കൂറുള്ളതാണ്. നമ്മൾ ആ ഒരു ദിവസത്തിലേക്ക് ആയപ്പോഴത്തിന് എന്ത് ചെയ്യും, എനിക്കൊരു 3 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്കാണ്ടതിൽ യാത്ര ചെയ്തതിന് ഒരു മോഷൻ സിക്നസ് കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ വലിയ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലെങ്ത്ത് യാത്ര കൂടിയത്. എന്നിട്ട് അങ്ങനെ സെൻറ്ററിലേക്ക് എത്തി. സെൻറ്റർ ആകുമ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങി, ഇങ്ങനെ വിയർക്കാനൊക്കെ ആയതുകൊണ്ട്. പിന്നെ എക്സാം ഹാളിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിസ്കിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഹാളിലേക്ക് എത്തി. എന്താ പറയുക, നമ്മൾ എക്സാം വിചാരിക്കപ്പോഴും എന്താണ് NTA 24 മോഡലാണ്. പക്ഷെ ഒരു ടഫാകാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ടഫാകുമെന്ന് വിചാരിക്കില്ല. ഒരു മീഡിയം ലെവലിൽ മോഡറേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചത്. എക്സാം ഹാളിലൊക്കെ എത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു ടെൻഷൻ കാരണം കയ്യൊക്കെ ഇങ്ങനെ വറക്കാൻ തുടങ്ങി. എല്ലാ കുട്ടികളുടെ മുഖം അങ്ങനെ തന്നെയാണ്. പിന്നെ എന്ത് ചെയ്ത് പേപ്പറൊക്കെ കിട്ടി. നമ്മൾ ടീച്ചർമാരും എല്ലാ സാധനങ്ങളൊക്കെ സെറ്റപ്പാക്കി വന്നപ്പോഴത്തേനും ഞാൻ ആദ്യം ഫിസിക്സാണ് ക്വസ്റ്റ്യൻസ് ചെയ്യൽ. അപ്പോൾ 1ാമത്തെ 2ാമത്തെ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്താ പറയുക, കാണാത്ത പാറ്റേൺ ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്തത്ര ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് കണ്ടപ്പോൾ എന്താ പറയുക, നമുക്ക് ഇത് തന്നെയാണ് ഇട്ടത് ആ ഒരു രീതിയിൽ നമുക്ക് തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സാം പേപ്പർ അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ലാന്ന് തോന്നുന്നു. അതായത് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു മോട്ടോന്ന് അവർ മാറി എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. അപ്പോൾ അത് എന്താ പറയുക, ഭയങ്കര ഒരു അടിയായി പോയി. നമ്മളെന്താ പറയുക, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ടെൻഷനാവാൻ തുടങ്ങി. പിന്നെ എന്താ ചെയ്യുക, കൈ ഇങ്ങനെ വറക്കുക, പിന്നെ ഇങ്ങനെ വയർക്കാനൊക്കെ ഇങ്ങനെ തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു, 1 മണിക്കൂറാണ് ഞാൻ എക്സാമിൽ ഫിസിക്സിന് കൊടുക്കൽ. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ 1 മണിക്കൂർ ഫിസിക്സ് ചെയ്യും, 1 മണിക്കൂർ കൊണ്ട് ബയോളജി 2 ബോട്ടണി സുവോളജിയും കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കെമിസ്ട്രിയിലേക്ക് കയറും. അങ്ങനെയാണ് എൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നത്. ഞാൻ അതന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കി. പക്ഷേ ഈ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ആകെ 15 ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലാകെ എന്താ പറയുക, ഭയങ്കര ടെൻഷനായി. ഇനി ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിക്കുക കഴിഞ്ഞുള്ളൊരു സ്കോർ പ്രകാരം നമുക്ക് ഒരു 685 നമ്മൾ 686 കേരളത്തിലെ കട്ട് ഓഫ്. അതിലേക്കൊന്നും ഒരിക്കലും എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ഞാൻ എന്തോ ആ സമയത്ത് എനിക്ക് മാത്രമാണ് ഇത്ര ടഫ്, ഞാൻ റിവൈസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും, ഞാൻ ആ ഒരാഴ്ച ഉഴപ്പിയത് കൊണ്ടായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കാൻ തുടങ്ങി. ആകെ എന്താ പറയുക, കൈയൊക്കെ വീണ്ടും ഇങ്ങനെ വർക്ക്. നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ ചിലതൊക്കെ അതിൻ്റെ അപ്പുറത്ത് പോവുക, ബബിൾ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്ഷൻ കിട്ടാക്കുക. അതിനിടയിൽ ടീച്ചർമാർ അവരെ പ്രൊസീജിയർ ആയതുകൊണ്ട് തരുന്ന അറ്റൻഡൻസ് ഷീറ്റിൽ എന്താ പറയുക, നമ്പേഴ്സൊക്കെ എന്താ പറയുക ഇങ്ങനെ മാറിപ്പോകുന്ന പോലെ കൈ വറച്ചിട്ട് നമ്പേഴ്സൊന്നും ക്ലിയർ ആവുന്നില്ല. ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി. പിന്നെ നമ്മളെന്ത് ചെയ്തു, ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. ആ ഒരു 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതൊരു 30ലേക്ക് എത്താൻ പറ്റി ക്വസ്റ്റ്യൻസ്. അത് ഈസി പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്ത് ചെയ്യാം, ഒരു 15 മിനിറ്റോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി, നമുക്ക് അടുത്തേക്ക് പോകുമ്പോൾ കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ആ ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ആകെ ഈ ക്വസ്റ്റ്യൻസ് സെറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെയും എന്തായി,
ഇത് കിട്ടൂലേ എന്നുള്ളൊരു പേടി. പക്ഷേ ഞാൻ എന്നും കൂടി ഒരു 15 മിനിറ്റ് കൂടി എഫേർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഞാൻ 45 ക്വസ്റ്റ്യനും കണ്ടു. പക്ഷേ കുറേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ 2 സ്കിപ്പ് ചെയ്ത് പക്ഷേ അങ്ങനെ പോയി. അപ്പോൾ 1.25 മണിക്കൂർ ഞാൻ ഫിസിക്സിന് മാത്രം ചിലവഴിച്ചു. അപ്പോൾ എനിക്കെന്തായി, ഞാൻ ഉറപ്പിച്ച് ഇപ്രാവശ്യം എന്തായാലും ഞാൻ നീറ്റ് കിട്ടില്ല എന്നുള്ളത്. നമ്മൾ ഇനി 1.25 മണിക്കൂർ കൊണ്ട് ഞാൻ, അതായത് 1.25 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് 75 മിനിറ്റ് അല്ലത്. അതുകൊണ്ട് ഞാൻ 135 ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതിൽ കെമിസ്ട്രി ഒക്കെയാണ് വരുന്നത്. നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ബയോളജിയും ടഫായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ബയോളജീൻ്റെ പേപ്പർ എടുത്തപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, പക്ഷേ ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻസൊക്കെ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് തന്നെ വായിച്ചു പോയി. ഒരു 20 മിനിറ്റ് കൊണ്ട് എനിക്ക് എന്താ പറ്റി, ബോട്ടണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒന്നുകൂടി ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കിട്ടി. നമുക്ക് ഇനി ഒന്നുകൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ കെമിസ്ട്രിയിലേക്ക് നല്ലതിലേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ സുവോളജി എന്ത് ചെയ്തു, നല്ല ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻസൊക്കെ. കുറേ മൾട്ടിപ്പിൾ ചോയ്സും, ചിലതൊക്കെ എന്താ പറയുക, നമ്മൾ ഔട്ടിലേക്ക് എത്താൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ NCERT നമ്മൾ വായിക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയുക, ഓരോ യൂണിറ്റിന് ഇൻട്രോ നമ്മൾ ആരും ഫോക്കസ് ചെയ്യാത്തൊരു ഭാഗമാണ്, അത് സ്കിപ്പ് ചെയ്ത് പോകുന്ന ഭാഗമാണ്. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നപ്പം എന്ത് നമുക്ക് മനസ്സിലായി എന്തെങ്കിലും പാറ്റേൺ വളരെ മാറ്റിയിട്ടുണ്ട് അവർ. അതായത് അത്രയും സ്പെസിഫിക് ആയിട്ടൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും എന്താ പറയുക, നമ്മളങ്ങനെ ഹോപ്പ് കുറഞ്ഞ് വരാൻ തുടങ്ങി. അങ്ങനെ 25 മിനിറ്റ് എടുത്തു എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് എനിക്ക് എന്താ പറയുക, ഒരു 30 മിനിറ്റാണ്. അതിൽ ഇനി കെമിസ്ട്രി എനിക്ക് 45 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യും, കെമിസ്ട്രി എന്തായാലും എല്ലാം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ഞാൻ കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ക്ലിയർ ആയതുകൊണ്ട് ടൈം കൺസ്യൂമിങ് കണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുക, ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ 1ാമത്തെ പേജിലുണ്ടായിരുന്നത് എനിക്ക് 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ആ 4 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഞാൻ ഏകദേശം ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് സമയം എടുത്തു. അപ്പോൾ ഞാൻ നല്ലോണം പാനിക്കാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ കെമിസ്ട്രി എന്ത് ചെയ്തു, കുറേ ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാന്നുള്ള ഇതിൽ തന്നെ പോയി. എനിക്ക് അവസാനം എത്തിപ്പിടിക്കാൻ പറ്റിയില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ഇടയിലായിട്ട് കുറേ സ്കിപ്പ് ചെയ്തു. പിന്നെ അവസാനം എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു, സമയം കഴിഞ്ഞുകൊണ്ട്. പിന്നെ നമ്മളവിടെ ഒരു 20 മിനിറ്റ് ഇരിക്കുകയായിരുന്നു. ഇവർ ഈ എക്സാമൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു 20 മിനിറ്റിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഡെസ്പായി പോയി. ഒന്നാമത് നമ്മൾ JPS ആണ് ഞാൻ പഠിച്ചത്. അവിടെ എന്താ പറയുക, സാറിന് നല്ല ഹോപ്പായിരുന്നു ഞങ്ങളിലൊക്കെ. സാറ് ഞങ്ങൾക്ക് അത് വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് കുറേ ഹെൽപ്പ് ആയിട്ടും ഞങ്ങൾ പല ബുദ്ധിമുട്ടുകൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് പല രീതിയിലും ഹെൽപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു സ്കോർ കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ലക്ഷ്യം. പക്ഷെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റിയില്ല. ഇനി സാറിനെ എങ്ങനെ ഫേസ് ചെയ്യും, എൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സാമിൽ എനിക്കൊരു പ്രിഡിക്റ്റ് ഞാനിപ്പോൾ എക്സാം എഴുതിയത് വെച്ചാണ് എനിക്ക് കിട്ടുന്ന സ്കോർ പറയുന്നത് എന്താ പറയുക, ഇത് കഴിഞ്ഞ കൊല്ലം കിട്ടിയ സ്കോറിൻ്റെക്കാട്ടിലും കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് സാറിനെ ഫേസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ടോപ്പ് ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഞാൻ അവിടെ നിന്ന് ചാടിയാലോന്നൊക്കെ വിചാരിച്ച് ആ ഒരു സമയത്ത് എനിക്ക് കയ്യും കാലവും നല്ല മറക്കാൻ തുടങ്ങി. ഈ എക്സാമിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്തിരുന്നു, ഒരു കുട്ടി അവിടെ ബാക്കിൽ നിന്ന് തലമിന്നി വീണു. നമ്മൾ അറിയുന്നത് പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുട്ടി തലമിന്നി വീണ് കിടക്കുകയാണ്. അപ്പോൾ ടീച്ചർമാരൊക്കെ വന്ന് നോക്കുന്നു. നമ്മൾ ഓൾറെഡി ടെൻഷനായിരുന്നു. ആ കുട്ടീൻ്റെ കൂടെ ആയപ്പോഴും എന്ത് ചെയ്തു, ക്ലാസ് റൂം മൊത്തം പാനിക്കാവാൻ തുടങ്ങി. പിന്നെ ആ കുട്ടി സംസാരിക്കുന്നുണ്ട്, നമ്മളതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നില്ല. അവർ സംസാരിക്കുമ്പോൾ എന്താ പറയുക, ഇനി എന്താ എക്സാം എഴുതണോ കയ്യോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് തന്നെ എന്താ പറയുക സങ്കടം വരും. കാരണം ഒരു വർഷം മൊത്തം റിപ്പീറ്റ് ചെയ്തതല്ലേ നമ്മളെ പോലെ തന്നെ. അത് എന്താ എക്സാം ഹാളിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വീഴാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. ഇങ്ങോട്ട് പിന്നെ എന്താ പറയുക, ആ ഒരു 20 മിനിറ്റിൽ പിന്നെ ആലോചിച്ചത് ഇന്നൊരു 3ാം കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. നമുക്ക് എന്താ പറയുക, പിന്നെ അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിച്ചു. ഇനി എന്താ പറയുക, ഫുള്ള് സെക്ലൂഷനിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഫുള്ള് ഇരുന്നങ്ങനെ പഠിക്കാനുള്ളൊരു മൈൻഡിലേക്ക് വന്നത്. പിന്നെ എന്ത് ചെയ്തു, അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങുമ്പോൾ എന്താണ് എല്ലാവരും മുഖം അങ്ങനെ തന്നെ എന്താ പറയുക, റോബോട്ടുകളൊക്കെ നടന്നു പോകുന്നവർ എല്ലാവരും വരിവരെയായിട്ട് ഒരു ഇമോഷനും ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ ഡെസ്പ് അടിച്ച് അങ്ങനെ പോകുന്നു. ഇത് നമ്മളവിടെ നിന്ന് വരിവരെ ഇറങ്ങുന്ന പാരൻസ് തന്നെ അവരെ മുഖം മാറാൻ തുടങ്ങി. ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ അമ്മ ചോദിച്ചതിനോട് എങ്ങനെയുണ്ട് എക്സാം ഉള്ളത്, എനിക്കെന്തോന്നും മറുപടി ഒന്നും കൊടുക്കാൻ കഴിയില്ല. JP പറഞ്ഞിരുന്നു നമ്മളോട് എക്സാം കഴിഞ്ഞിട്ട് വേഗം വിളിക്കണുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് എന്തോ വിളിക്കാൻ തോന്നിയില്ല. എനിക്ക് ഫേസ് ചെയ്യാൻ എന്താ പറയുക, മുപ്പളാഴ്ച നമുക്കൊരു കോൺടാക്റ്റ് ഒക്കെ തന്നെ കഴിയുന്നില്ല.
പക്ഷെ മൂപ്പരാൾ ഇങ്ങോട്ട് വിളിച്ചു, സംസാരിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് പറഞ്ഞു ഞാൻ ഫിസിക്സിന് കുറേ സമയം എടുത്തു, ബാക്കി 1.25 മണിക്കൂർ കൊണ്ടാണ് ഞാൻ 3 വിഷയം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും കുറേ തെറ്റുണ്ടായിരിക്കും, ഞാൻ കുറേ സ്കിപ്പ് ചെയ്തതിന് ഇടയിൽ വലിയ ഹോപ്പില്ല സാറെന്നൊക്കെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ലടാ, എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു പാറ്റേൺ കണ്ടിട്ട് ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു, എല്ലാവർക്കും കട്ട് ഓഫ് കുറയുന്ന പറഞ്ഞത്. പക്ഷേ അപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് എന്താ പറയുക, സാറിന് എന്നെ സമാധാനിപ്പിക്കാൻ പറയണതാണോ നമുക്ക് ഒരു ഇത് വന്നു. പക്ഷെ പിന്നെ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് സാർ ഒന്നുകൂടി വിളിച്ചാണ് എന്ത് ചെയ്തു, കുറേ ഒന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യാം, നമ്മളൊരു ഷോസൊക്കെ ഒന്ന് നേരെ വീണത്. ആ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളൊരു ഡെസ്പായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് സാറിൻ്റെ ഒരു ടോക്ക് വെച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഒന്നും കൂടി ഒന്ന് കോൺഫിഡൻ്റ് ആയി. ഞാൻ എക്സാമിൻ്റെ പേപ്പർ ആൻസർക്ക് വെച്ചാണ്ട് അൺഎഫിഷ്യൻ്റ് ആൻസർക്ക് വെച്ചാണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തു. അത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 600+ മാർക്ക് കിട്ടി. എനിക്ക് 40 ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ ആൻസർ ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഫിസിക്സാണ് കെമിസ്ട്രിയിൽ എന്ത് ചെയ്തു, കുറച്ച് നെഗറ്റീവ് കയറി, കുറച്ച് സ്കിപ്പ് ചെയ്തു. ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട്. പക്ഷേ സാറ് പറഞ്ഞു എന്ത് കട്ട് ഓഫ് നല്ലോണം കുറേ നല്ലൊരു റാങ്ക് കിട്ടും എന്നുള്ളത്, നല്ലൊരു റാങ്കിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഒന്നുകൂടി ഒന്ന് കോൺഫിഡൻ്റ് ആയത്. ആ ഒരു വിശ്വാസം അപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഒന്നാമത് എക്സാമിൻ്റെ പാറ്റേണൊക്കെ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് വലിയ ചേഞ്ച് ആയി വന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല 2024 പേപ്പറിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര എന്താ പറയുക, അത്രയും വലിയ ഷിഫ്റ്റാണ് എക്സാം പേപ്പറിൽ വന്നത്. ഓരോരുത്തർ പറയേണ്ടത് എന്ത്, ഇവരുടെ പേപ്പറൊക്കെ ഞങ്ങൾ എക്സാം എഴുതിയതാണ്, അതായത് പല സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പല സെൻറ്ററിലും പഠിച്ചതാണ്, അവരൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവരോട് സംസാരിച്ചപ്പോഴൊക്കെ. പിന്നെ ഇവിടെ ഞങ്ങൾ ലാസ്റ്റ് ഒരു 3 മാസമായതുകൊണ്ട് ഏകദേശം 80ഓളം എക്സാമുകൾ നടത്തിയിട്ടുണ്ട്. ഈ 80ഓളം എക്സാമിൽ പല എക്സാമുകളും ടഫായിരുന്നു, വളരെ ടഫായിട്ടുള്ള എക്സാമുകളുണ്ട്. ചിലത് മോഡറേറ്റും ചിലത് ഈസി ആയിരുന്നു. അപ്പോൾ ഇവിടെ പാരൻസൊക്കെ ഭയങ്കരമായിട്ട് സീനാക്കിയിരുന്നത് ഇവിടെ എക്സാം ഇത്ര ടഫായി കഴിഞ്ഞാൽ കുട്ടികളുടെ കോൺഫിഡൻസ് കുറയില്ല, എന്തിനാണ് ഇത്ര ടഫാക്കുന്നത്, നീറ്റിൽ ഇങ്ങനെയൊന്നും വരില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ സാറ് പെർസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തു, നമ്മളെ എക്സാമുകൾ ചിലത് ടഫാക്കും, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തന്നെ ചിലത് ടഫ്, ചിലത് ഈസി, ചില സമയത്ത് ഫിസിക്സ് അല്ലെങ്കിൽ ചില സമയത്ത് കെമിസ്ട്രി, ചില സമയത്ത് ബയോളജി ലെങ്ത് ക്വസ്റ്റ്യൻസ് വെച്ചാണ്ട് ടഫാക്കലുണ്ടായിരുന്നു. സാറിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മളിങ്ങനത്തെ 3rd ലെവൽ അല്ലെങ്കിൽ 3rd ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താലുള്ള നമുക്ക് എന്ത് ചെയ്യുക, 2nd ഇയർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തോ ഒരു മറിമായെന്ന് പറയട്ടെ, ഒരു ചില ക്വസ്റ്റ്യൻസൊക്കെ 3rd ഇയറും ചില ക്വസ്റ്റ്യൻസ് 2nd ഇയറും ചോദിച്ചു. ഇവിടുത്തെ ഒരു എക്സാം പാറ്റേൺ കാരണമായിരിക്കും എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടി ഈ ഇതിലൊക്കെ ഒന്നും കൂടി എന്താ പറയുക അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇല്ലാണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക ഇത്രയും കിട്ടിയ സ്കോറിനെക്കാളും നല്ലോണം താവുമായിരുന്നു. സാറിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് എന്താ പറയുക ഒരു ഇങ്ങനെയൊക്കെ ഒരു സ്കോർ കിട്ടാൻ കാരണം. ഞാൻ ഇവിടെ വന്നപ്പോൾ മുതലേ എനിക്ക് എന്തുണ്ട്, ഹോം സിക്നെസ് ആയതുകൊണ്ടും പിന്നെ എൻ്റെ പേഴ്സണൽ സ്ട്രഗിൾസ് കാരണം എനിക്ക് എന്തായാലുണ്ട്, ഞാൻ പല സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സും ഈറ്റിംഗ് ഡിസോർഡേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തു. ചില ദിവസങ്ങളിൽ ഫുഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം, ചില നേരങ്ങളിൽ ഒഴിവാക്കുന്നു, അങ്ങനെ ആയിട്ടും ചിലത് ഞാൻ കുറേ നേരം, അതായത് കുറേ നേരം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു 12-16 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങാൻ തുടങ്ങി. എനിക്ക് അത്രയും ഞാനൊരു ഡിപ്രസ്ഡ് ആയിപ്പോയി. ആ സമയത്തൊക്കെ എന്താ പറയുക നമ്മളൊരു ബിഹേവിയർ ചേഞ്ചുകൾ സാറിനെ കണ്ട് എന്താ പറയുക നമ്മളോട് കണ്ട് സംസാരിച്ച് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്താണ്ട് എന്താ പറയുക ചില നൈറ്റിൽ ഞങ്ങൾ എന്ത് ചെയ്യും, സാറെ ഞങ്ങൾ കൂട്ടിയാണ്ട് എന്ത് ചെയ്യും, ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും, ഫുഡ് ഒന്ന് കഴിച്ച് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 3-4 മാസത്തിലേക്കുള്ള ഒരു ഫ്യൂലായിരിക്കും, എന്താ പറയുക ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മളുള്ളൊരു എന്താ പറയുക ഇങ്ങനെ കത്തായിരിക്കും, എന്ത് സാറിങ്ങനെ ചെയ്തല്ലോ നമുക്ക് ഇനി എഫേർട്ട് എടുക്കാൻ കഴിയുന്നുള്ളൊരു കോൺഫിഡൻസ് തരുന്നൊരു ഫീലിംഗ് ഉണ്ടാവും നമ്മളുള്ളിൽ. ഞാൻ 2 സെൻറ്ററിലാണ് പഠിച്ചത്, അതിൻ്റെ ഇടയിൽ ഒരു 3 സെൻറ്ററിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തൊന്നും പഠിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെ എനിക്ക് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളിവിടെ പഠിച്ചത് JPS തന്നെ കുറേ സെൻറ്ററിൽ നിന്നും കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരും പറഞ്ഞത് വെച്ചാണ്ട് അവർക്കാർക്കും ഇങ്ങനെ എന്താ പറയുക ഇത്ര ലെവലിൽ ആരും കെയർ ചെയ്യലില്ല. അത് എന്താ പറയുക ഞങ്ങൾക്ക് നല്ലൊരു എഫക്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ എന്താ പറയുക ആ ഒരു എഫക്റ്റ് കാരണമാണ്, ഇല്ലെങ്കിൽ ആ ഒരു സാറിൻ്റെ ഭാഗത്തു നിന്നല്ല ഒരു എഫേർട്ട് കാരണമാണ് എന്ത് ചെയ്യാം എനിക്കിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും സ്കോർ കിട്ടാൻ കാരണം സാറിൻ്റെ ഈ ഒരു സപ്പോർട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഒരു മെയിൻ കീ പോയിന്റ്. പിന്നെ ഇവിടുത്തെ എക്സാംസ് ആയിരിക്കും എന്ത് ചെയ്യാം ആ ഒരു ടഫായിട്ടുള്ളൊരു നീറ്റ് എക്സാമിനെ എന്താ ചെയ്യുക ഫേസ് ചെയ്യാൻ എന്നെ ശരിക്കും ഒന്നും അനുവദിച്ചത്. അല്ലാതെന്തെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യില്ല, എനിക്ക് അത്രയും ലെവലിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെ കയ്യിലില്ല. ഞാനവിടെ കുറേ മെറ്റീരിയലൊക്കെ ചെയ്യുന്നതാണല്ലോ. ആ മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക ഈ ക്വസ്റ്റ്യൻസ് നല്ല ടഫായിരുന്നു. ഫിസിക്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചിലത് JEE മെയിൻ JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ലെവലിലാണ് വന്നത്, ചിലത് നല്ല ലെങ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു.
ഇവിടുത്തെ എക്സാംസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ലെങ്തി കാൽക്കുലേഷൻ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പല സ്റ്റെപ്പുകളായിട്ട് ചെയ്യുക. അതായത് പല ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ടൈം കൺസേർവ് ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്നിക്കൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയത് ഇവിടുത്തെ എക്സാമേറ്റുകളിൽ നിന്നാണ്. എന്തുകൊണ്ടും ഇങ്ങനൊരു സ്കോർ കിട്ടാൻ കാരണം എപ്പോഴും നമുക്കൊരു JPSൻ്റെ ഒരു സപ്പോർട്ടാണ്, പ്രത്യേകിച്ച് JPയുടെ സാറ് അത്രയും പേഴ്സണൽ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത്ര ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും സാറ് എന്തായിരുന്നു വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ പല ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ എന്തായിരുന്നു, അവരെ സ്കോർ എന്താ പറയുക 500ൻ്റെ റേഞ്ചിലാണുള്ളത്, അവർക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയെല്ലാം. പക്ഷെ ഇപ്പോഴത്തെ നമ്മളൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് എന്താണ് 530 ഒക്കെയാണ് നമ്മളുള്ള എന്ത് വരുന്നത്, കട്ട് ഓഫ് വരാമെന്നാണ് പറഞ്ഞത്. അത് വെച്ചാണ്ട് പല എന്താ പറയുക, നമ്മൾ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. അവർക്ക് സീറ്റ് കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ. ആൻഡ് ഹാവ് ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു.